എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അധ്യാപകർ, NHS ജീവനക്കാർ, മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ദശലക്ഷക്കണക്കിന് പൊതുമേഖലാ തൊഴിലാളികൾക്ക് അടുത്ത വർഷം 2.8% ശമ്പള വർധനവ് സർക്കാർ വകുപ്പുകൾ ശുപാർശ ചെയ്തു. ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രവചന പ്രകാരം പണപ്പെരുപ്പം അടുത്ത വർഷം 2.6% ആയിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ നിർദ്ദിഷ്ട ശമ്പള വർധനവ് ജീവിത ചെലവിനേക്കാൾ കൂടുതലല്ലെന്ന് യൂണിയൻ പറഞ്ഞു. അതേസമയം റിക്രൂട്ട്മെന്റിലും ജോലിക്കാരെ നിലനിർത്തുന്നതിലും ഇത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുമെന്ന് അധ്യാപക സംഘടനകൾ പറഞ്ഞു. ശുപാർശകൾ ഇനി സ്വതന്ത്ര ശമ്പള അവലോകന സമിതികൾ പരിഗണിക്കും. ഡിപ്പാർട്ട്മെന്റുകൾ 2025-26 വർഷവും ഭാവിയിലെ ശമ്പള വർധനവും അവരുടെ സ്വന്തം ബജറ്റിൽ നിന്ന് നൽകേണ്ടി വരുമെന്നും സമീപ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശുപാർശ ചെയ്യുന്ന ശമ്പള വർധനവുകൾ വകുപ്പുകൾക്ക് താങ്ങാവുന്നതിലധികം കൂടുതലാണെങ്കിൽ അധിക പണമൊന്നും ഉണ്ടാകില്ലെന്നും സർക്കാർ പറഞ്ഞു. അധികാരം നേടിയ ശേഷം പുതിയ ലേബർ ഗവൺമെന്റ് 2024-25 പൊതുമേഖലാ തൊഴിലാളികൾക്ക് പണപ്പെരുപ്പത്തിന് മുകളിലുള്ള ശമ്പള വർധനവ് അംഗീകരിച്ചിരുന്നു. ഇത് ദീർഘകാല പണിമുടക്കുകൾക്ക് വിരാമമിട്ടിരുന്നു. 2025-26 ശുപാർശ ചെയ്യപ്പെട്ട ശമ്പള വർധനവ് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അത് പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ ശമ്പള വർധന ശുപാർശയെ ഡീപ്ലി ഒഫൻസീവ് എന്ന് വിശേഷിപ്പിച്ചു. നഴ്സിംഗ് മേഖലയിലെ ശമ്പള വർധനവ് ഒരു കാപ്പിയുടെ വിലയേക്കാൾ കുറവാണെന്ന് അവർ പറഞ്ഞു. ഇംഗ്ലണ്ടിലുടനീളമുള്ള ഭവനരഹിതരുടെ എണ്ണത്തിൽ 14% വർധനവ്. കുതിച്ചുയരുന്ന സ്വകാര്യ വാടകകൾ, കുടിയൊഴിപ്പിക്കലുകൾ, സാമൂഹ്യ ഭവനങ്ങളുടെ ദീർഘകാല അഭാവം എന്നിവ ഇംഗ്ലണ്ടിൽ ഭവനരഹിതരുടെ എണ്ണം 14% വർദ്ധിക്കാൻ കാരണമായതായി ചാരിറ്റി സംഘടനയായ ഷെൽട്ടറിന്റെ ഗവേഷണം വെളിപ്പെടുത്തുന്നു. ഇംഗ്ലണ്ടിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ 3,54,000-ലധികം ആളുകൾ ഭവനരഹിതരാണെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് 160 പേരിൽ ഒരാൾ. ഇതിൽ 1,61,500 കുട്ടികളും ഉൾപ്പെടുന്നു. ലണ്ടനിൽ 47 ഒരാൾ ഭവനരഹിതരാണ്. സ്ലോവിലാകട്ടെ 51 പേരിൽ ഒരാളാണ്. ലൂട്ടണിൽ 57 പേരിൽ ഒരാളും, മാഞ്ചസ്റ്ററിൽ 61 പേരിൽ ഒരാളും, ബർമിംഗ്ഹാമിൽ 62 പേരിൽ ഒരാളും, ഹേസ്റ്റിംഗ്സിൽ 64 പേരിൽ ഒരാളും ഭവനരഹിതരാണ്. ബ്രിട്ടീഷ് ജിഹാദികൾ സിറിയയിൽ നിന്ന് മടങ്ങിയെത്തുന്നത് ആശങ്കാജനകമാണെന്നും UK സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഹോം ഓഫീസ് മന്ത്രി പറഞ്ഞു. വിമതർ ബഷാർ അൽ അസദിന്റെ ഭരണത്തെ അട്ടിമറിച്ചതിനെ തുടർന്ന് UK സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അതിർത്തി സുരക്ഷാ മന്ത്രി ഡാം ഏഞ്ചല ഈഗിൾ പറഞ്ഞു. സിറിയയിൽ തടവിലാക്കപ്പെട്ട വിദേശ പോരാളികളിൽ ഭൂരിഭാഗവും വിമത വിഭാഗങ്ങൾക്ക് സാന്നിധ്യമില്ലാത്ത വടക്കു കിഴക്കൻ കുർദിഷ് നിയന്ത്രണത്തിലുള്ള ക്യാമ്പുകളിലാണ്. ആ ക്യാമ്പുകളിലെ സുരക്ഷാ സ്ഥിതി ഉടനടി മാറുമെന്ന് സൂചനയില്ലെങ്കിലും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സേവനങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ഡാം ഏഞ്ചല പറഞ്ഞു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനു വേണ്ടി പോരാടുന്നതിനിടയിൽ പിടിക്കപ്പെട്ട ഡസൻ കണക്കിന് ബ്രിട്ടീഷ് ജിഹാദികൾ വടക്കു കിഴക്കൻ സിറിയയിൽ ബന്ദികളായിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അസദ് അനുകൂല പോരാളികൾ UK-യിലേക്ക് അഭയാർത്ഥികളായി എത്താനും അവരോടൊപ്പം ബ്രിട്ടീഷ് ജിഹാദികൾ UK-യിലേക്ക് മടങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡാം ഏഞ്ചല BBC റേഡിയോ ന്യൂസിനോട് പറഞ്ഞത്, തീർച്ചയായും ഇതൊരു ആശങ്കയാണ്. ഞങ്ങളുടെ സുരക്ഷാ സേവനങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാകും. ഞങ്ങൾ ഞങ്ങളുടെ അയൽ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുകയും സഹകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. അസദിന്റെ ഭരണത്തിൽ നിന്ന് പലായനം ചെയ്ത് UK-യിൽ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്ന സിറിയൻ അഭയാർത്ഥികളുടെ മേലുള്ള ഡിസിഷൻസ് താൽക്കാലികമായി നിർത്തുമെന്ന് തിങ്കളാഴ്ച UK പ്രഖ്യാപിച്ചു. ഏകദേശം 5000-ലധികം സിറിയക്കാരാണ് അഭയാർത്ഥി തീരുമാനത്തിനായി UK-യിൽ കഴിയുന്നത്. UK-യിൽ ഫസ്റ്റ് കസിൻസ് തമ്മിലുള്ള വിവാഹം നിരോധിക്കണമെന്ന് കൺസർവേറ്റീവ് മുൻ മന്ത്രി ആവശ്യപ്പെട്ടു. ഫസ്റ്റ് കസിൻസ് മാരേജ് മൂലമുണ്ടാകുന്ന കുട്ടികൾക്ക് ജനന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ഈ രീതി നിരോധിക്കണമെന്നും പാർലമെന്റിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് റിച്ചാർഡ് ഹോൾട്ടൺ പറഞ്ഞു. എന്നിരുന്നാലും നിരോധനം ഫലപ്രദമല്ലെന്ന് സ്വതന്ത്ര MP ഇക്ബാൽ മുഹമ്മദ് വാദിച്ചു. അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ഈ പ്രശ്നങ്ങൾ മികച്ച രീതിയിൽ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. ആദ്യ ബന്ധുവിവാഹത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള വിദഗ്ധോപദേശം വ്യക്തമാണെങ്കിലും നിയമം മാറ്റാൻ സർക്കാരിന് പദ്ധതിയില്ലെന്ന് സൂചിപ്പിച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫസ്റ്റ് കസിൻ വിവാഹത്തിന്റെ മൊത്തത്തിലുള്ള വ്യാപനം കുറവാണെങ്കിലും ഐറിഷ് സഞ്ചാരികളും ബ്രിട്ടീഷ് പാകിസ്ഥാനികളും പോലുള്ള ചില പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ 20% മുതൽ 40% വരെ ഫസ്റ്റ് കസിൻസ് മാരേജ് നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ആചാരം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും ഹോൾഡൻ വാദിച്ചു. നിർദ്ദേശങ്ങൾക്കെതിരെ സംസാരിച്ച MP മുഹമ്മദ് ഇക്ബാൽ ആദ്യ ബന്ധു വിവാഹവുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ അപകടങ്ങളുണ്ടെന്നും നിർബന്ധിത വിവാഹം തടയേണ്ടതുണ്ടെന്നും സമ്മതിച്ചു.
അമേരിക്കയിലേക്ക് സ്റ്റഡി വിസകൾ അനുവദിക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻഇടിവ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം F1 വിസകൾ ലഭിച്ച ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 38% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ ബ്യൂറോ ഓഫ് കൗൺസിലർ അഫയേഴ്സ് പുറത്തുവിട്ട പ്രതിമാസ കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആകെ 64,008 F1 വിസകളാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇഷ്യൂ ചെയ്തിരുന്ന F1 വിസകളുടെ എണ്ണം 1,03,495 ആയിരുന്നു. കോവിഡ് കാലത്തെ യാത്രാ പ്രതിസന്ധികൾക്ക് ശേഷം F1 വിസകളുടെ എണ്ണം ഇത്രയും കുറയുന്നത് ഇതാദ്യമായാണ്. 2020 ആകെ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ 6,646 എണ്ണം മാത്രമാണ് പരിഗണിക്കപ്പെട്ടത്. കോവിഡിന് ശേഷം 2021 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 65,235 F1 വിസകളും 2022 ഇതേ കാലയളവിൽ 93,181 വിസകളും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെട്ടു. അതേസമയം ഇത്ര വലിയ ഇടിവില്ലെങ്കിലും മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെടുന്ന F1 വിസകളുടെ എണ്ണത്തിലും ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിദേശ വിദ്യാർത്ഥി സമൂഹമായ ചൈനക്കാരുടെ എണ്ണത്തിൽ 8% കുറവ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം 73,781 F1 വിസകൾ ഇതുവരെ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 80,603 ആയിരുന്നു. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.